എങ്ങനെ, എന്തുകൊണ്ട്, ഏത് രീതിയിൽ CPM ഈ തോൽവി പരിശോധിക്കും? നമുക്ക് നോക്കാം എങ്ങനെയാണ് CPMൻ്റെ ഈ പരിശോധനയെന്ന്. വി അരുൺ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. CPM തോൽവി കൃത്യമായി പരിശോധിക്കുന്നില്ല. നമുക്കറിയാം CPM സെക്രട്ടേറിയറ്റ് യോഗം പ്രാഥമിക പരിശോധന ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ഒരുപക്ഷേ കീഴ്ഘടകങ്ങൾ പരിശോധിച്ച് വരട്ടെ, അതിനുശേഷം വിശദമായി ചർച്ച ചെയ്യാമെന്നതായിരിക്കാം CPMൻ്റെ നിലപാട്. എങ്ങനെ പരിശോധിക്കാനാണ് CPMൻ്റെ ആലോചനകൾ? ഈ ചോദ്യാവലിയിലൂടെ കീഴ്ഘടകങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പൊതുവികാരം കണ്ടെത്താനുള്ള ശ്രമമാണോ CPM നടത്തുന്നത്? സാധാരണ CPM തിരഞ്ഞെടുപ്പ് വിജയമായാലും പരാജയമായാലും അവലോകനത്തിന് CPM രീതിയുണ്ട്. ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാര്യങ്ങൾ പരിശോധിക്കും. റിസൾട്ട് ദിവസം തന്നെ CPMൻ്റെ ഒരു വിലയിരുത്തൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒക്കെ ചേർന്ന് AK സെൻട്രൽ അവൈലബിൾ ആയ നേതാക്കൾ ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തി ഒരു വിശദീകരണ കുറിപ്പിറക്കും. നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതിനുശേഷം വിശദമായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിഷയം ചർച്ച ചെയ്യും. സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടെത്തലുകൾ വച്ചുകൊണ്ട് സംസ്ഥാന സമിതി യോഗം ചേരും. സംസ്ഥാന സമിതിയും ആ യോഗം ചേർന്ന് ആ കാര്യങ്ങൾ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടാണ് പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ചുകൾ വരെയുള്ള CPMൻ്റെ കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നത്. അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ച് ക്രോഡീകരിച്ചാകും പിന്നീട് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM തയ്യാറാക്കും. അത് പാർട്ടി കത്തായി വീണ്ടും താഴേക്ക് തന്നെ നൽകുകയും ചെയ്യും. പക്ഷേ ഇത്തവണ ഒരു മാറ്റം CPM വരുത്തിയിരിക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി പ്രാഥമിക വിലയിരുത്തലിന് കാരണം തോൽവിയുടെ കാരണത്തിൽ നിന്ന് ചർച്ച ചെയ്തു പോയതിനപ്പുറത്തേക്ക് വിശദമായൊരു വിലയിരുത്തലിലേക്ക് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടന്നില്ല. മാത്രവുമല്ല, ഇടതുമുന്നണി യോഗത്തിലും അത്തരമൊരു ചർച്ചയുണ്ടായില്ല. മുന്നണിയുടെ ഘടകകക്ഷികളോട് പാർട്ടികൾ ചർച്ച ചെയ്ത് ഒരു നിഗമനമെത്തുക, അത് മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുക. ജനുവരി ആദ്യവാരം മുന്നണി യോഗം ചേരും, അവിടെ അവതരിപ്പിക്കുന്ന നിർദ്ദേശമാണ് നൽകിയത്. അതുപോലെ തന്നെയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടും വിലയിരുത്തലിലേക്ക് പോകാതെ കീഴ്ഘടകങ്ങളോട് ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നു, ജില്ലാ കമ്മിറ്റി ചേർന്നുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായി ജില്ലാ നേതൃയോഗങ്ങൾ ചേരുകയാണ്. അതിനുശേഷം മാത്രമേ CPMൻ്റെ കീഴ്ഘടകങ്ങൾ കിട്ടുന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനമാക്കി മാത്രമേ CPMൻ്റെ സംസ്ഥാന നേതൃത്വം ഈ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ. വീണ്ടും അത് താഴേക്ക് പോവുകയും ചെയ്യും. അവിടെയാണ് കീഴ്ഘടകങ്ങൾക്ക് ഒരു ചോദ്യാവലി, 22 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി CPMൻ്റെ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദമായ ഒരു ക്വസ്റ്റ്യനാണ്. ഏരിയയിൽ നടത്തിയ തയ്യാറെടുപ്പുകളും വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ, എത്രത്തോളം സർക്കാർ നവംബർ മാസം പ്രഖ്യാപനമെന്നാണ് ഇതിൻ്റെ CPM വിശേഷിപ്പിക്കുന്നത്. നവംബർ മാസത്തിലാണ് വലിയ പ്രഖ്യാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയ പ്രഖ്യാപനം CPM നടത്തിയത്, ഇടതുമുന്നണി നടത്തിയത്, സർക്കാർ നടത്തിയത്. അത് ഏറ്റവും വലിയ പ്രതീക്ഷ, അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാമെന്ന ഏറ്റവും വലിയ പ്രതീക്ഷയുടെ അടിസ്ഥാനവും ഇത് തന്നെയായിരുന്നു, ആ പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു. അത് എത്രത്തോളം നടപ്പാക്കിയെന്ന ചോദ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. കീഴ്ഘടകങ്ങളോട് CPM ആവശ്യപ്പെടുന്നത് അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, അതിനുവേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളുണ്ടായെന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു. പലയിടത്തും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെയെന്ന ചോദ്യം കീഴ്ഘടകങ്ങളോട് CPM ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ കാര്യങ്ങൾ കൂടിയാണ് CPM പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. തിരിച്ചടി എങ്ങനെയൊക്കെ ഉണ്ടായി, എന്തെല്ലാം പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്, അവിടെ BJPയുടെ വോട്ട് എത്രത്തോളം വളർന്നിട്ടുണ്ട്, എത്രത്തോളം BJP അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട്, SDPയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള സംഘടനകളുടെ വളർച്ച അവിടെ എങ്ങനെയാണ്, അവർ എത്രത്തോളം വോട്ടുകൾ അവിടെ പിടിച്ചിട്ടുണ്ട് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ CPM ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശബരിമല ഇതിലും അത്തരമൊരു വിഷയമായി CPM പ്രാഥമിക വിലയിരുത്തൽ ശബരിമല ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ശബരിമല ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണമെന്ന് കരുതുന്നില്ല എന്നാണ് പ്രാഥമികമായി CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യാവലിയിലും ആ കാര്യം CPM ഉൾപ്പെടുത്തിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റു പ്രശ്നങ്ങളൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ കീഴ്ഘടകങ്ങൾക്ക് തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്നൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നങ്ങളുടെ എന്തുകൊണ്ടാണ് തോറ്റു എന്ന കാര്യം, നമ്മുടെ ദൗർബല്യം എന്തെല്ലാമായിരുന്നു ചോദ്യമുണ്ട്. വേണമെങ്കിൽ അവിടെ കീഴ്ഘടകങ്ങൾക്ക് ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം അവിടെ CPM ഒരുക്കുന്നുണ്ട്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, സ്ഥാനാർത്ഥി റിബലുകളുടെ ഒരു വലിയ ശല്യം CPMന് ഇത്തവണ ഉണ്ടായിരുന്നു. അത് എല്ലാ തലങ്ങളിലും
ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ വളരെ പ്രധാനമായി സൂക്ഷ്മമായ, നമ്മൾ പലപ്പോഴും CPM പറഞ്ഞ സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തുന്നു പറയുമ്പോൾ ഇത് വളരെ സൂക്ഷ്മമായ ഒരു വിലയിരുത്തലിലേക്കാണ് CPM പോകുന്നത്. 22 ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലിയുമൊക്കെ നൽകിക്കൊണ്ട് CPM അത്തരം ഒരു വിലയിരുത്തലിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും അത് ഈ വലിയ തെരഞ്ഞെടുപ്പ് അവർ ഒരുപക്ഷെ പുറത്തു പറഞ്ഞതിനേക്കാൾ വലിയ തോൽവിയാണ്, ആഘാതമാണ് ഉണ്ടാക്കിയ തിരിച്ചറിവ് CPM നേതാക്കൾക്ക് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാകാം ഇത്ര വിശദമായ ഒരു വിലയിരുത്തലിലേക്ക് CPM കടക്കുക. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവർക്ക് തെറ്റുതിരുത്തലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ ആഴ്ച ഒരു മന്ത്രിസഭാ യോഗം ചേരും. അതോടുകൂടി ഈ വർഷത്തെ മന്ത്രിസഭാ യോഗങ്ങളുടെ എണ്ണം പിന്നെയും ഒന്ന് മാത്രമായി ചുരുങ്ങും. അങ്ങനെ 7-8 മന്ത്രിസഭാ യോഗങ്ങൾ ചേരേണ്ട സമയം മാത്രമേ ഇനി ഈ സർക്കാരിന് മുന്നിൽ അവശേഷിക്കുന്നു. അതായത് ഫെബ്രുവരി അവസാന വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്ന കണക്കുകൂട്ടിലാണ് CPM ഉള്ളത്. SIR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് സർക്കാരിനും CPM-ന് മുന്നിൽ മുന്നണിക്കും തെറ്റുതിരുത്താനുള്ളത്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് CPM. ഈ 26-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലം അവലോകനത്തിന് വേണ്ടി തന്നെ സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. അടുത്ത 2 ദിവസം സംസ്ഥാന കമ്മിറ്റിയും ചേരും. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിലേക്ക് CPM യഥാർത്ഥത്തിൽ കടക്കാൻ പോകുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ, അരുണെ, ഈ ചോദ്യാവലി പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ശബരിമല പക്ഷേ വിട്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ ശബരിമല CPM ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വം അങ്ങനെ വിലയിരുത്താത്തത് കൊണ്ടാവാം ചോദ്യാവലിയിൽ അത് ഉൾപ്പെടാതെ പോയത്. പക്ഷേ അതിനപ്പുറം മറ്റ് വിഷയങ്ങളെയൊക്കെ ഒരു പ്രായോഗിക ബോധ്യത്തോടെ കൂടി സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് UDF, തങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളിയായ UDF-ന്റെ പ്രതിവർത്തനം എങ്ങനെയുണ്ടായിരുന്നു, SDPI, എൽഫെയർ പാർട്ടി, ഇങ്ങനെ ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലെ ആ പാർട്ടികൾ എങ്ങനെ ഇടപെട്ടു എന്ന പരിശോധന പോലും CPM നടത്തിപ്പോകുന്നുണ്ട്. നവമാധ്യമ പരിശോധന അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു 2 മാസത്തെ സമയം കൊണ്ട് ഇതിലെന്ത് തിരുത്തലുകൾ, ഈ ചോദ്യാവലി പൂരിപ്പിച്ചെടുക്കുമ്പോൾ അതിലെന്ത് തിരുത്തലാണ്, അതിൻ്റെ ഒരു വെല്ലുവിളി എത്രമാത്രം ഉണ്ടായിരുന്നു? വെല്ലുവിളി സമയത്തിൻ്റെ ഒരു പരിമിതിയാണ് CPM നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ തിരുത്താൻ മാസങ്ങൾ ലഭിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം മാറുകയാണ്. അതാണ് CPM-ന്റെ ഏറ്റവും വലിയ പരിമിതിയും പ്രതിസന്ധിയും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, അത് ഈ മാസം കൊണ്ട് തന്നെ, അതായത് ഈ ഡിസംബർ 30 അവസാനിക്കുന്ന ഈ മാസം കൊണ്ട് തന്നെ റിവ്യൂ പൂർത്തിയാക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. ഇതിനകം തന്നെ ഇത് കീഴിടങ്ങൾക്ക് ഈ ഫോം നൽകിക്കഴിഞ്ഞു, ചോദ്യങ്ങൾ നൽകിക്കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റികൾ വഴി അത് സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലേക്ക് അതിൻ്റെ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് എത്തും. ഈ 28-ാം തീയതി അവസാനിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം അതുകൂടി പരിശോധിച്ചാണ് തിരുത്തലുകളിലേക്ക് പോകുന്നത്. അത്രയും സമയം, ഞാൻ പറഞ്ഞ ഈ ഫെബ്രുവരി അവസാന വാരം വരെയുള്ള സമയം CPM-ന് ലഭിക്കുമെന്ന് ഉറപ്പാണ്. അവർക്ക് സ്വാഭാവികമായും തിരുത്തലിന് സമയം. ശബരിമല ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകളുടെ മുന്നണിക്കെതിരായുള്ള ഏകീകരണം, ഈ 3 കാരണങ്ങളാണ് പൊതുവിൽ CPI ഒക്കെ ഈ പരാജയ കാരണമായി പറയുന്നത്. നമുക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ നമുക്കും പറയാവുന്ന 3 കാരണങ്ങൾ തന്നെയാണ് CPM-ന് ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളായി നമുക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനറിൽ CPM ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ അത്തരം ഈ 3 കാരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായാകാം ശബരിമലയെ ഒരുപക്ഷെ ഒഴിവാക്കിയത്. പക്ഷേ അത്തരം അഭിപ്രായങ്ങൾ കീഴടങ്ങളിൽ വരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ജില്ലാ കമ്മിറ്റികൾ ചേരുമ്പോഴും അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നേക്കാം. പല നേതാക്കളും, ഈ തെരഞ്ഞെടുപ്പ് മെസ്സേജ് പല നേതാക്കളും ഒക്കെ പറയുന്നത് ഈ വീടുകളിലേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് മറുപടിയില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ മറുപടിയില്ലാത്ത അവസ്ഥയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള ആളുകൾ ചോദിച്ചു തുടങ്ങുമ്പോൾ പരമാവധി ആ വിഷയം അവരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ CPM സ്ഥാനാർത്ഥികളും ഇടതു പ്രവർത്തകരും ഒക്കെ നടത്തിയത്. പക്ഷേ പല വീടുകളിലും ചെല്ലുമ്പോൾ ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്ന ചോദ്യം വരും. അപ്പോൾ ഇവർ മറുപടി പറഞ്ഞു തുടങ്ങുന്നത് പതിവ് ന്യായീകരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ ആര് കുറ്റക്കാരായാലും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, തുറങ്കിലടയ്ക്കും, കണ്ടില്ലേ പത്മകുമാറിൻ്റെയൊക്കെ അവസ്ഥ എന്നൊരു പതിവ് മറുപടിയാണ് CPM നേതാക്കൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ജനങ്ങൾ വീണ്ടും ചോദിക്കും, ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കൊള്ള പുറത്തു വരുമായിരുന്നോ, എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാർ നടപടിയെടുത്തില്ല എന്ന് പ്രതിപക്ഷമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി പലയിടങ്ങളിലും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ജനങ്ങൾ, വോട്ടർമാർ ചോദിച്ചു. അവിടെ ഞങ്ങൾ ചൂളിപ്പോയി എന്നാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇത് ഒരാളുടെ അനുഭവമായിരുന്നില്ല, പല നേതാക്കളുടെയും പല പ്രവർത്തകരുടെയും അനുഭവമായിരുന്നു. അതായത് ശബരിമല എന്നത് ചുരുങ്ങിയ പക്ഷം തെക്കൻ കേരളത്തിലെങ്കിലും
തിരഞ്ഞെടുപ്പ് വിഷയം തന്നെയായിരുന്നു. CPM-ന് ഇത്രയധികം തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമായി മാറി ശബരിമല ഉണ്ട് എന്ന് നേതാക്കൾ സമ്മതിക്കുന്നു. പാർട്ടി സമ്മതിക്കുമോ? നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ കീഴ്ഘടകങ്ങൾ നേതാക്കൾ സമ്മതിക്കുന്നു. ഉന്നത സമിതികൾ നേതാക്കളും അത് രഹസ്യമായി നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പോകണം. പക്ഷേ CPM ഔദ്യോഗികമായി അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ CPM അത് സമ്മതിച്ചിരുന്നു. അതൊരു തിരിച്ചടി വിഷയം, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നെങ്കിലും പറഞ്ഞ് അവിടെ തിരിച്ചടി ഉണ്ടായെന്ന് CPM തുറന്നു പറഞ്ഞിരുന്നു. ആ ഒരു ആജവം, ആ ഒരു തുറന്നു പറച്ചിൽ CPM തയ്യാറാകുമോ എന്നാണ് ശബരിമല വിഷയത്തിൽ അറിയേണ്ടത്. ഏതായാലും ഈ ബ്രാഞ്ച് തലങ്ങൾ വരെ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ ഒരു പൊതുവികാരം അതാണെങ്കിൽ സ്വാഭാവികമായും CPM-ന് അത് തുറന്ന് സമ്മതിച്ചേ മതിയാകൂ. നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് സ്വാഭാവികമായും അത്തരം ചർച്ചകൾ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ തന്നെ അത്തരം ചർച്ചകൾ ഉയർന്നു വന്നേക്കും. മറ്റുള്ള വിഷയങ്ങൾക്കൊപ്പം ശബരിമലയും ഒരു കാരണമായെന്നെങ്കിലും CPM സമ്മതിക്കേണ്ടി വരും, തുറന്ന് സമ്മതിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ശരി, അതാണ് കാര്യം. എന്തായാലും ശബരിമല ഇല്ലാതെ എങ്ങനെ റിയലിസ്റ്റിക് ആയ ഒരു പരിശോധന എന്നൊരു വിഷയം കൂടിയുണ്ട്. അരുൺ, എന്തായാലും തുടരുക. ഈ പരിശോധനയ്ക്കപ്പുറം CPM-ന് തെറ്റുതിരുത്താൻ, തിരികെ വരാൻ മറ്റെന്തൊക്കെ സാധ്യതയുണ്ട് എന്ന പരിശോധന കൂടി